ഹലോ ട്രേഡേഴ്സ്, സമയം 9:28 ആയിട്ടുണ്ട്. ഇന്ന് എന്താണ് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ PCR ഇസ് 0.7. മാർക്കറ്റ് ഒരു ബിയറിഷ്നെസ് ആണ് കാണിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് ഓപ്പൺ തന്നിട്ട് വലിയൊരു റെഡ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്നൊരു ഷോർട്ട് സൈഡിലേക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 800 ഏരിയ എന്ന് പറയുന്നത് വരെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം ജസ്റ്റ് ഇതൊരു വലിയ റെഡ് ക്യാൻഡിലായിരുന്നു. ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. കണ്ടിന്യൂഷൻ കിട്ടാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ 15 മിനിറ്റ്സിൻ്റെ ഹൈലോ എന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. 15 മിനിറ്റ്സിന് താഴെ നല്ലൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സൈഡ് പോകാൻ പറ്റുമോ നോക്കാം. ഏത് ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഇന്ന് പുട്ട് സൈഡിലേക്ക് നോക്കേണ്ടത്? 23,887 നിൽക്കുന്നത്. അപ്പോൾ 23,900 പുട്ട് നമുക്ക് നോക്കാം. അത് നെക്സ്റ്റ് വീക്കിലത്തെയാണ് നോക്കേണ്ടത്. എക്സ്പയറി ആയതുകൊണ്ട് PCR 0.7 ആണുള്ളത്. ഓക്കെ, നമുക്ക് എടുക്കേണ്ട പി എന്ന് പറയുന്നത് 7 ജൂലൈയുടെ ഈ 173 പ്രൈസിലുള്ള ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് ചെറുതാണ്, ഒരു 75 പോയിൻറ്റ്സ് നിഫ്റ്റിയിലുള്ള ടാർഗറ്റാണുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും എൻട്രി ചെയ്യാം ഈ ഒരു ട്രേഡിൽ. ചെറിയൊരു ലോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വ്യൂ ആപ്പിൻ്റെ അടിയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ് കിട്ടിയേക്കാം. ഞാൻ എടുത്തിട്ടില്ല. ഞാനിതൊരു റിട്രേസ്മെൻറ്റ് വരുമെന്ന് നോക്കണം, എന്നിട്ട് വേണം അത് എടുക്കാൻ. ഇതാണ് നമ്മൾ പ്ലാൻ. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഷോർട്ട് സൈഡിലേക്ക് ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടില്ല. നമുക്ക് നോക്കാം ക്യാൻഡിൽ ക്ലോസ് ഇതിനടിയിൽ തരുമെന്ന് നോക്കാം. 2 മിനിറ്റും കൂടെ ഉണ്ട്. ഇവിടുന്ന് എത്രത്തോളം താഴെ കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിൽ ഇതിനടിയിൽ ക്ലോസ് ആയി കഴിഞ്ഞിട്ട് ഈ പ്രീമിയം കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ 177 ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി റീട്രേസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ മുകളിലാണ് SL വയ്ക്കാം. ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. ഒരു റീട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എൻട്രീനേക്കാളും ഒരു 5 രൂപ അഡീഷണലാണ് നിൽക്കുന്നത്. ഇതൊരു 77 റീട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. 737 അതിന് താഴെയോ നമുക്ക് എവിടെ എൻട്രി കിട്ടാൻ പോകുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ തിരിച്ചതിന് മുകളിൽ നമ്മൾ ക്ലോസ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യില്ല. ഇതാണ് നമ്മുടെ പ്ലാൻ ആസ് ഓഫ് നോ. ഓക്കെ, ഇത് എൻട്രി പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി താഴോട്ട് വരുമെന്ന് നോക്കാം. നമുക്ക് PCR എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഈ സമയത്ത് ജസ്റ്റ് നോക്കാം. PCR ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കില്ല. PCR 0.7 ആയിരുന്നു, 0.64 വന്നിട്ടുണ്ട്. PCR നമുക്ക് ഫേവറബിൾ ആണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കാം. ഞാൻ 1 മിനിറ്റ്. ഓക്കെ, ഈ ഒരു എൻട്രി നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് 800 ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ബിഹേവിയർ അനുസരിച്ച് എക്സിറ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 149 ആണ്. അറൗണ്ട് ഒരു 25-26 പോയിൻറ്റിൻ്റെ ആണ് സ്റ്റോപ്പ് ലോസ്. ഇത് നെക്സ്റ്റ് വീക്കിലത്തെയാണ്. അതുകൊണ്ട് DK ഇന്നത്തെ എക്സ്പയറിയുടെ അത്രയും ഉണ്ടാവില്ല. സോ നമുക്ക് കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി കിട്ടും ട്രേഡിൽ. ഈ ഒരു ഏരിയ 700, 800, 780 എന്നൊക്കെ പറയുന്ന ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഈ സോണിൻ്റെ താഴെ ഒരു ക്ലോസ് കിട്ടുമോ റീട്രേസ്മെൻറ്റ് കിട്ടുമോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു 23,600, 650 അല്ലെങ്കിൽ 23,700 ഈ ഒരു ലെവലുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ട്രേഡ് നമ്മുടെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒരു ഏരിയ നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. ശരിക്കും നമ്മൾ സിസ്റ്റത്തിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എന്തായാലും വെച്ചിരിക്കണം. പ്രീമിയത്തിൽ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് എന്തായാലും വെച്ചിരിക്കണം. ഞാനിങ്ങനെ ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ 1-2 വീഡിയോസൊക്കെ കണ്ടിരുന്നു. നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കരുത്, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ശരിയായിരിക്കാം ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു പ്രവണതയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോയിട്ടില്ല, പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും, തിരിച്ചു വരും എന്ന് വിചാരിച്ചു. ആ ഒരു ഈസിലി ഡിസിഷൻ മേക്കിംഗ് ലോസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല എല്ലാവർക്കും. ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്ന ടാർഗറ്റ് ഏരിയ തന്നെയാണ്. പക്ഷേ ഇന്നലെ നമുക്കത് അച്ചീവ് ആയില്ല. അപ്പോൾ ഇന്നിത് കിട്ടുമല്ലോ എന്നറിയാം. ഇവിടെ ഈ ഒരു സപ്പോർട്ടായിരുന്നു. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. 15 മിനിറ്റ്സിലത്തെ ലോയും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് സൈഡിലേക്ക് പിന്നെ PCRും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ PCR വീണ്ടും 0.62 എന്നൊരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ട്രേഡിൽ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ലോജിക്കലി കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എവിടെ വരെയാണ് ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഹൈ ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ ഇത് ഈ വെച്ചിരിക്കുന്ന 246 എന്ന് പറയുന്ന ഒരു ലെവൽ വരെ ചിലപ്പം പോയേക്കാം ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ. നമ്മളങ്ങനെ പെട്ടെന്ന് ഒരു ഇന്നിപ്പോൾ ചെയ്ത പോലത്തെ അല്ല നമ്മൾ എൻട്രി എടുക്കേണ്ടത്. പക്ഷേ ഇത് ഷോർട്ട് സൈഡിലേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബിഹേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു നല്ല മൂവ്മെൻറ്റ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മിസ്സ് ഫീൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എൻ്റർ ദ ട്രേഡ് എന്നുള്ളതാണ്. എന്നാലും നമ്മൾ ഇതിന് താഴെ ക്ലോസ് നിന്ന് പ്രീമിയം റീട്രേസ് ചെയ്തിട്ട് ഒരു 10 രൂപയോളം, അതായത് ഇവിടെ വരെ പോയി നമുക്ക് ജമ്പ് ഇൻ ടു ദ ട്രേഡ് എന്ന് പറയുന്ന പോലെ ചെയ്യാനായിരുന്നെങ്കിൽ 185 പ്ലസ്സിൽ നമുക്ക് എൻ്റർ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ വി വെയിറ്റഡ് ഫോർ ദ മാർക്കറ്റ് ടു റീട്രേസ് അറൗണ്ട് 10 rupees എന്ന് പറഞ്ഞാൽ 1 ലോട്ടിൽ തന്നെ ആകുമ്പോൾ ഏതാണ്ട് 650 രൂപയോളമായി. ലോട്ട് കൂടുന്നതനുസരിച്ച് ആ ഒരു എമൗണ്ട് കൂടും. അപ്പോൾ അത് SL നന്നായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ 10 രൂപയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു SL അധികം വൈഡറായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ പെട്ടെന്ന് വെക്കാനുള്ള കാരണം ഒന്ന് ഈ VWAPൻ്റെ അടിയാണ്. പിന്നെ ഈ ഒരു കൺസോളിഡേഷൻ ഏരിയ ഉണ്ടല്ലോ, ഈ കൺസോളിഡേഷൻ ഏരിയനെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പോൾ അതിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് വെച്ചത്. നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു സ്വിംഗ് ലോയുടെ അടിയിലാണ് എപ്പോഴും നമ്മൾ SL വെക്കാനായിട്ട് ശ്രമിക്കാറ്. പക്ഷേ ഇവിടെ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ SL ആയിപ്പോകും. അറൗണ്ട് 66 പോയിൻറ്റ്സിൻ്റെ SL ആയിപ്പോകും. അതുകൊണ്ട് നമ്മളത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, ഒരുപാട് SL കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളിന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്നത്തെ ഓപ്ഷനാണ് ചെയ്തിരുന്നതെങ്കിൽ നല്ല സ്പീഡിൽ ഇത് ഫോളോ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇതുപോലെ ഇന്നിപ്പോൾ ഈ ചെയ്യുന്ന പോലെ സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ DK സംഭവിക്കും. മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യില്ല. ഇപ്പോൾ ചെറിയൊരു അപ്സൈഡിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇത് നേരെ താഴേക്ക് ഇറങ്ങും. നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് പോകുന്നത്. ഗ്രാജുവലി ഇതിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇൻ ദ മണി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 ആവേണ്ടതാണ്. അപ്പോൾ ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് വന്നാൽ കൂടി ഇത് നല്ല രീതിയിൽ ഇതിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലത്തേക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് താഴത്തേക്ക് വരികയാണ്. ഒരു ക്യാൻഡിൽ തിരിച്ച് ഈ ഒരു 15 മിനിറ്റ്സ് റേഞ്ചിനുള്ളിൽ ക്ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ എക്സിറ്റ് ചെയ്യും. അതാണ് പ്ലാൻ. അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തിരിക്കുന്നത്. 15 മിനിറ്റ്സ് ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലോജിക്ക് ഇൻവാലിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റിജക്ഷനൊക്കെ വരണം. PCR ബിയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റേഞ്ചിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ VWAPന് അടിയിലേക്ക് പ്രൈസ് വരികയും ചെയ്തു. വോളിയം കാര്യമായിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നല്ലൊരു വോളിയം കാണിക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റേഞ്ചിലേക്ക് തിരിച്ച് നല്ലൊരു ബുൾ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബുൾ ക്യാൻഡിലായിട്ട് തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 77-ലായിരുന്നു നമ്മുടെ എൻട്രി, 63-ലേക്ക് എത്തിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 14 പോയിൻറ്റ്സ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലോസിലാണുള്ളത്. സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഞാനിവിടെ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്യാണ്. 160-ൽ എക്സിറ്റ് കിട്ടി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. 10 രൂപയെങ്കിൽ 10 രൂപ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് എന്നാണെങ്കിലും സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കാര്യം തന്നെയാണ്. നമുക്കിവിടെ നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പ്ലസ് ഈ PCR-ഉം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 0.65 ഒക്കെ 64 ഒക്കെ ആയിരുന്നു, അത് 72-ലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്സൈഡിലേക്കുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഓൾറെഡി മൂവ്മെൻറ്റും നടന്നു കഴിഞ്ഞു. 24,000 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. 24,000 മുകളിലൊരു നല്ല ക്ലോസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നപ്പോൾ എൻട്രി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ എടുത്തില്ല. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 24,000 വരെയുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് എൻട്രി ചെയ്തിരുന്നെങ്കിൽ ഇവിടെ 215-ൽ നമുക്ക് എൻട്രി കിട്ടിയാൽ 40-ലേക്ക് പോയി. പക്ഷേ നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല.
ഇങ്ങനെയുള്ള ചില ട്രേഡുകളൊക്കെ നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ 24,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ആ എൻട്രി എടുക്കാത്തത്. അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കേണ്ടതാണ് സാധാരണ ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ. ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് നോക്കുന്നത് ജസ്റ്റ് മോണിറ്റർ ചെയ്യാം. PCR ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, മീൻസ് മാർക്കറ്റ് ബുള്ളിഷ്നെസ്സിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 23,900 കോളാണ്. എൻട്രി ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. സാധാരണ ഒരു സെനേരിയോയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ എൻട്രി അറ്റംപ്റ്റ് ചെയ്തേനെ. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു സെൽ ഓഫാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നൊരു എൻട്രിക്ക് അറ്റംപ്റ്റ് ചെയ്യാതിരുന്നത്. ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് മുകളിലൊരു ബ്രേക്ക് ഔട്ട് വന്ന് റീട്രേസ്മെൻ്റ് ഒക്കെ തന്ന് ഇവിടെ ഒരു പുതിയ സ്വിംഗ് ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രീമിയത്തിലൊരു സ്വിംഗ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒക്കെ ചാടിപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ലാർജാണ്. എല്ലാ തരത്തിലും നമുക്ക് ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അസ്യൂം ചെയ്ത പോലെ തന്നെ ഇവിടെ വലിയൊരു മൂവ്മെൻറ്റോ ബ്രേക്കൗട്ടും തന്നില്ല. 25,000 എക്സാക്ട്ലി റെസ്പെക്ട് ചെയ്തിട്ടത് റിട്രേസ് ചെയ്ത് താഴോട്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കഴിഞ്ഞു. ഇവിടുന്ന് 24,000 മുകളിലൊരു നല്ല ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ് ലോങ് സൈഡിലേക്ക്. അപ്പോൾ ഈ ഒരു പ്രീമിയം നോക്കുമ്പോൾ ഇതൊരു 200-220 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഇത് നമുക്ക് 24,000 കോളാണ്, 24,700 കോള്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിട്ട് 24,000 മേലെ ക്ലോസ് തന്നാൽ ഈ ഒരു ഓപ്ഷൻ നന്നായിട്ട് മൂവ് ചെയ്യും. നമ്മളവിടെ 25,000 ഈ ഒരു എൻട്രി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാതിരുന്നത് നന്നായെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെനേരിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. 24,000 നല്ല രീതിയിൽ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു. ഇന്നത്തെ ദിവസം ട്രേഡബിൾ അല്ല എന്നാണ് തോന്നുന്നത്. രണ്ട് സൈഡിൽ നിന്ന് ഇവിടുന്ന് ബൈങ് ഉണ്ട്, ഇവിടുന്ന് സെല്ലിങ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതല്ലേ. ഒന്നെങ്കിൽ 24,000 മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാലും നമുക്ക് വലിയ കാര്യമായിട്ട് ഷോർട്ട് സൈഡിലേക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പം എക്സ്പയറി ഒക്കെ ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇന്നത്തേക്ക് നമുക്ക് ട്രേഡിങ് നമ്മുടെ അവസാനിപ്പിക്കാം. ചെറിയൊരു ലോസ്, ഒരു 15 റുപ്പീസിൻ്റെ ലോസ് നമ്മൾ കണ്ടു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇനിയിപ്പം വേറെ ട്രേഡൊന്നും അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.